സാക്ഷാൽ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റായ വീരസ്വാമി ഇപ്പോൾ തല ഉരുണ്ട് വീണപ്പോഴാണ് മനസ്സിലായത് വിജയ് പറയുന്നതല്ല, പറയുന്നത് ചെയ്യുന്നവനാണ് എന്നുള്ളത്. 2-3 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ, IASകാരുടെ IPSകാരുടെ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും, ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുക്കും, നിങ്ങളും അതുപോലെ ചെയ്യണം. ഇവിടെ രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാത്തിനും ഉപരിയായിട്ട് ജനങ്ങൾ വരണമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വിജയ് ഉണ്ടാക്കി എന്നുള്ളതാണ് വിജയുടെ നേട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനം. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. തമിഴ് സൂപ്പർ സ്റ്റാർ വിജയ് രാഷ്ട്രീയത്തിലേക്ക് കടന്നപ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ്, ഇത് എത്ര നാൾ മുന്നോട്ട് പോകും എന്ന സംശയം ഏവരും പ്രകടിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഒരു 10-15 സീറ്റ് കിട്ടും. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അധികാരത്തിലേറി. അപ്പോഴും എല്ലാവരും പറഞ്ഞു ഇത് എത്ര നാൾ പോകുമെന്ന് കണ്ടറിയണം, ഒരു 6 മാസം, അതിനപ്പുറം പോവില്ല, അതിനുമുമ്പ് വീഴും അല്ലെങ്കിൽ വീഴ്ത്തിക്കും എന്നതായിരുന്നു എല്ലാവരുടെയും ഒരു വിലയിരുത്തൽ. പക്ഷേ അധികാരത്തിലേറി ഇത്രയും ദിവസം പിന്നിട്ടിട്ടും വളരെ ശക്തമായി തന്നെ പോവുകയാണ്. രാഷ്ട്രീയത്തിലെ പരിചയക്കുറവ് ഒരു തരത്തിലും അദ്ദേഹത്തിൻ്റെ ഭരണത്തെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഴിമതിക്കാരോട് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞതാണ്. സ്വന്തം പാർട്ടിക്കാർക്കെതിരെയും അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് വിജയ്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നൽകുന്ന പ്രതീക്ഷ, അദ്ദേഹത്തിൻ്റെ ഭരണം ഇത്രയും നാൾ എങ്ങനെയുണ്ടായിരുന്നു, എത്ര ശക്തമായി അദ്ദേഹത്തിന് ഇനിയും മുന്നോട്ട് പോകാൻ സാധിക്കും, ഈ കാര്യം നമുക്കിന്ന് വിലയിരുത്താം. നമ്മോടൊപ്പം ചേർന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. എന്ന് തോന്നുന്നു സാർ വിജയുടെ ഭരണത്തെക്കുറിച്ച്? അത് മുൻപ് പല നിരീക്ഷകരും പറഞ്ഞത് ബുദ്ധിമുട്ടായിരിക്കും, അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു ഗൂഢസംഘമുണ്ട്, അവരുടെ കരുത്ത് അദ്ദേഹത്തിനുണ്ടാകും, അങ്ങനെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് ജയിച്ചത്. പക്ഷേ ഭരണത്തിൽ ഏറി മുന്നോട്ട് പോകാൻ അത് നിസ്സാര കാര്യമല്ല. രാഷ്ട്രീയ പരിചയം വേണം, ഭരണപരിചയം വേണം. ഇതൊന്നുമില്ലാതെ മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പ്രത്യേകിച്ച് തമിഴ്നാട് പോലുള്ള സംസ്ഥാനത്ത്. മറുവശത്ത് സ്റ്റാലിനുണ്ട്, അതുപോലുള്ള രാഷ്ട്രീയ പാർട്ടികളുണ്ട്. പക്ഷേ വളരെ വൈദഗ്ധ്യത്തോടു കൂടിയാണ് വിജയ് മുന്നോട്ട് പോകുന്നതെന്ന് തോന്നുന്നു. വളരെ ഫോക്കസ്ഡാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്നും ഒരു തരി വ്യതിചലിക്കാതെ മുന്നോട്ട് പോകുന്ന വിജയിയല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ഭരണമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഒന്നാം തരം ഒരു തട്ടുപൊളിപ്പൻ തമിഴ് സിനിമ എങ്ങനെ ജനങ്ങളുടെ കൈയടി വാങ്ങിക്കുമോ ആ വിധത്തിൽ കൈയടി വാങ്ങിക്കുന്ന വാചകങ്ങളും കൈയടി വാങ്ങിക്കുന്ന ചില പ്രവൃത്തികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആദ്യത്തേതാണ്, എനിക്ക് പണം വേണ്ട, ഞാൻ പണം തൊടില്ല, സർക്കാരിന്റെ ഒരു പൈസയും ഞാൻ തൊടില്ല. പക്ഷേ ആരെങ്കിലും അഴിമതി കാണിച്ചാൽ അവനെ ഞാൻ വെറുതെ വിടില്ല. സ്വന്തം പാർട്ടിക്കാർ അവിടെ ആയാലും ശരി, ഇവിടെ ആയാലും ശരി. വെച്ചാൽ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ഒരു വിട്ടുവീഴ്ചയും ഇല്ല. അന്നത് എല്ലാവരും വിശ്വസിച്ചൊന്നുമില്ല, എല്ലാവരും പറയുന്നതാണ്. നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്ന് പറയും, പക്ഷേ വിട്ടുവീഴ്ച ചെയ്യേണ്ട സമയത്ത് മറിഞ്ഞു വീഴുന്നു അല്ലെങ്കിൽ കവിഴ്ന്നു വീഴുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അത് ഉണ്ടായില്ല. ഇവിടെ സാക്ഷാൽ സംഘടനയുടെ ജോയിന്റ് സെക്രട്ടറി പഞ്ചായത്ത് പ്രസിഡന്റായ വീരസ്വാമി ഇപ്പോൾ തല ഉരുണ്ട് വീണപ്പോഴാണ് മനസ്സിലായത് വിജയ് പറയുന്നതല്ല, പറയുന്നത് ചെയ്യുന്നവനാണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ അവിടെ ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് വന്നു. അതിൽ അദ്ദേഹം ഇൻവോൾവ് ആകണമെന്ന് അറിഞ്ഞതും തട്ടാൻ ഏർപ്പാട് ചെയ്തു. റോഡ് നിർമ്മാണത്തിന്റെ ബില്ല് മാറുന്നതാണെന്ന് തോന്നുന്നു. അത് ഒരു 1.3 ലക്ഷം, 1,30,000 രൂപ കൈക്കൂലി വാങ്ങി. ഇതാണ് പിടിയിലായത്. ഇത് മാത്രമല്ല, അദ്ദേഹം ഭരണത്തിൽ കയറിയപ്പോഴേ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു. കാരണം ഏറ്റവും വലിയ ഏജന്റുമാരായിട്ട് DMKക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. അത് അദ്ദേഹം ഇലക്ഷൻ സമയത്ത് ഒരുപാട് പറയുകയുണ്ടായി. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് വേണം, നിങ്ങൾ കൊണ്ട് വലിയ ഓഫീസർക്കാർക്ക് കാശ് കൊടുക്കും, അല്ലെങ്കിൽ കളക്ടറേറ്റിൽ കൊണ്ട് കാശ് കൊടുക്കും. ഈ കാശ് പോകുന്ന ആരാണ്? നിങ്ങൾ കൊടുക്കുന്ന ആൾക്കല്ല. അവസാനം ഇത് സ്റ്റാലിൻ സാറിന്റെ അടുത്താണ് പോയി ചേരുന്നത് എന്ന് അദ്ദേഹം പണ്ടേ പറയുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഭരണത്തിൽ കയറിയ ഉടനെ അദ്ദേഹം പറഞ്ഞു, IAS IPS ഉൾപ്പെടെയുള്ളവരോട് ഞാൻ പറയുകയാണ്, താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരോട് ഞാൻ പറയുകയാണ്, അഴിമതി പൂർണ്ണമായും ഇല്ലാത്തൊരു ഭരണമായിരിക്കും. ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷനിലെ 6 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചു. അത് മാത്രമല്ല, സെക്രട്ടേറിയറ്റിനകത്ത് ഒക്കെ അദ്ദേഹം വാർണിംഗ് കൊടുക്കുകയും നടപടി എടുക്കുകയൊക്കെ പലതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ തന്നെ മന്ത്രിസഭയിൽ അംഗങ്ങളോട് പറഞ്ഞു, റീൽ ഗിമ്മിക്കുകൾ പാടില്ല, ഒന്നും പാടില്ല. അവര് സ്കൂളിലൊക്കെ പോയിട്ട് പിള്ളേരുമായിട്ടൊക്കെ നിന്ന് ജാടകളെ കാണിച്ച് റീൽ ഇടുന്നു. പറഞ്ഞു അതൊന്നും വേണ്ട, ചെയ്യാനുള്ള പ്രവൃത്തി ചെയ്യുക. അപ്പോൾ തനിയെ റീലും പിന്നെ സിനിമയൊക്കെ വന്നോളും,
അതുകൊണ്ട് ആദ്യം ചെയ്യാനുള്ള പ്രവർത്തികൾ ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന വകുപ്പുകൾ നേരെ ചെയ്യുക. ഓക്കെ. ഇത് തന്നെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു. IAS IPS അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഭരണം നേരെ കൊണ്ടുപോകുന്നതിന് ഈ സർക്കാരിനെ സഹായിക്കണം. ഓക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയാം, പക്ഷേ ബാക്കി കാര്യങ്ങളിൽ ഭരണത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചകളും പാടില്ല. ട്രാൻസ്പെറൻസി അത് വളരെ പ്രധാനമാണ്. ജനങ്ങൾ അറിയണം, എന്ത് ചെയ്താലും ജനം അറിയണം. അതൊരു വലിയ അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റാണ് അദ്ദേഹം പറഞ്ഞത്. കറക്റ്റ്. അതുപോലെ തന്നെ ഒരു കീർത്തന പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. അതെ. സ്കൂളിൽ പോയി വിദ്യാർത്ഥിനിയോട് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്നു, കുട്ടി ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുന്നു, അധ്യാപികയെ മന്ത്രി ശകാരിക്കുകയാണ്. ഇത് ശ്രദ്ധയിൽപ്പെട്ട അദ്ദേഹം വളരെ ശക്തമായ താക്കീതാണ് കൊടുത്തത്. ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും വേണ്ട, നിങ്ങൾ ഭരണം നിർവഹിക്കുമ്പോൾ മറ്റുള്ളവരെ അപമാനിക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ശക്തമായ താക്കീത് കൊടുത്തിട്ടുണ്ട്. അത് പല ഉദ്യോഗസ്ഥരും ചെയ്യുന്ന അങ്ങനെയാണ്. ഈ നമ്മുടെ കേരളത്തിലും ഇതുപോലെ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ്. നമ്മുടെ ഉദ്യോഗസ്ഥരെ നേരെ തട്ടിക്കയറുക. അത് നിങ്ങൾ എന്താണ് അവിടെ ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് യാതൊരു പരിചയവും ഇല്ലാത്തവനും ഉദ്യോഗസ്ഥരെ കുറിച്ച് അവരുടെ ബുദ്ധിമുട്ടിനെ കുറിച്ചൊന്നും അറിയാത്തവരൊക്കെ അങ്ങോട്ട് അവരുടെ മേൽ തട്ടിക്കയറുക. ഇത് കാണുമ്പോൾ ജനം വിചാരിക്കും ഇയാളൊരു ഭയങ്കര അഡ്മിനിസ്ട്രേറ്റർ ആണ് എന്നുള്ള ഒരു തോന്നലുണ്ടാവുന്നതാണ് ഇവരുടെ ധാരണ. മറിച്ച് പലപ്പോഴും ഇവർ അവമതിപ്പിൽ ചെന്നെത്തുകയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമ്മൾ വീണ ജോർജിന്റെ ഉൾപ്പെടെയുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടതാണ്. ക്യാമറയും കൊണ്ടുപോയി സർപ്രൈസ് ഇൻസ്പെക്ഷൻ ആശുപത്രിക്കകത്ത് കയറിയിട്ട്. അപ്പോൾ പുറകെ 25 ക്യാമറ, കേരളത്തിൽ എത്ര ടെലിവിഷൻ ഉണ്ടോ അതിലെല്ലാം കാണിക്കുകയാണ് വീണ ജോർജിന്റെ സർപ്രൈസ് ഇൻസ്പെക്ഷൻ. അപ്പോൾ ഏത് സർപ്രൈസ് ഇൻസ്പെക്ഷൻ ആണ് നമുക്ക് ഊഹിക്കാമല്ലോ. മന്ത്രി വരുന്നതിനും 2 മണിക്കൂർ മുമ്പേ അവിടെ ക്യാമറയൊക്കെ ആയിട്ട് ആളുകൾ നിൽക്കുകയാണ്. സർപ്രൈസ് ഇൻസ്പെക്ഷൻ. അപ്പോഴേ വരുന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം പിടികിട്ടും, വാച്ച്മാൻ ഉൾപ്പെടെ ഉള്ളവർക്ക് പിടികിട്ടും, മാഡം വരുന്നുണ്ട്, ഇപ്പം സർപ്രൈസ് ഇൻസ്പെക്ഷൻ കാണും. അവരെല്ലാവരെയും വിളിച്ചു പറയും, സൂപ്രണ്ടേ വേഗം വന്നു, എല്ലാ ലീവ് എടുത്ത് പോയവനെ വരെ വരുത്തി എല്ലാം പിന്നെ ക്ലീൻ ആവും. അപ്പോൾ പിന്നെ കിട്ടുന്നത് ഇതുപോലുള്ള ചില തട്ടുമുട്ട് തർക്കങ്ങൾ. അതെന്താ അവിടെ കിടക്കുന്നത്, ഇതെന്താ ഈ വാതിൽ അടയ്ക്കാത്തത്, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് തർക്കിക്കുക. അപ്പോൾ ഈ സ്റ്റൈല് വേണ്ടാന്നും വിജയ് പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. സർ, ഇത് അഴിമതിക്കെതിരെ 0 ടോളറൻസ് ആണ് വിജയ് പറഞ്ഞേക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഹൈപ്പർ ലൈൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് അഴിമതി റിപ്പോർട്ട് ചെയ്യാൻ. അതിലൂടെയാണ് ഇപ്പോൾ ഈ വീരസ്വാമി പുറത്തായത്, ഓൺലൈൻ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത് വളരെ നല്ല ഒരു സുതാര്യമാക്കുക കാര്യങ്ങൾ എന്നുള്ളതിനുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് തീർപ്പാക്കാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ പവർ കൊടുക്കുകയാണ്. അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത് ഡിസിഷൻസ് എന്ത് വേണോ ഞാൻ അപ്പോൾ എടുത്തിരിക്കും. DMK സർക്കാരിന്റെ കൂട്ടത്തിൽ ഡിസിഷൻസ് വെച്ച് തട്ടൂല ഞാൻ. അപ്പോൾ ഓൺ ദ സ്പോട്ട് ഡിസിഷൻ തരും. ഇവിടെ ഡിസിഷൻ ഒന്നും ബുദ്ധിമുട്ട് വരില്ല, നിങ്ങൾ പക്ഷേ കറക്റ്റായിട്ട് ആക്ഷൻ എടുത്തോണം. ഒരു CEO മോഡൽ ഭരണമാണ് സെക്രട്ടേറിയറ്റാണ് നടക്കുന്നതെന്ന് പറഞ്ഞത്. അത് കമ്പനി മാനേജർ GMന്റെ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മോഡലിലുള്ള ഒരു ഭരണമാണ് നടക്കുന്നത്. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് എല്ലാവരും കൃത്യനിഷ്ഠ പാലിക്കണം, ഉദ്യോഗസ്ഥർ കൃത്യസമയത്ത് ഓഫീസിലെത്തണം, മന്ത്രിമാരുടെ എല്ലാവരുടെയും ഓഫീസുകളിൽ സാധാരണക്കാരുടെ പൊതുജനങ്ങളുടെ പരാതി പരിഹരിക്കുവാനുള്ള സംവിധാനം അദ്ദേഹം ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു സ്റ്റെപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യമേ പറഞ്ഞിരുന്നു പൊതുജനങ്ങൾ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അവരുടെ ഗ്രീവൻസുകൾ കറക്റ്റായിട്ട് പരിഹരിക്കണമെന്നും IAS IPS ഉദ്യോഗസ്ഥന്മാരോട് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ലോ ഇംപ്ലിമെന്റേഷൻ ഓഫീസേഴ്സ് ആണ് നിങ്ങൾ. നിയമം എന്ന് പറയുന്നത് ജനങ്ങളുടെ സംരക്ഷണത്തിന് എത്തണം, അത് നിങ്ങൾ ഉറപ്പാക്കണം. അതിന് ഇമ്മീഡിയറ്റ് ആക്ഷൻ എന്നുള്ളതാണ് അദ്ദേഹം സജസ്റ്റ് ചെയ്തത്. 2-3 അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരുടെ IASകാരുടെ IPSകാരുടെ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞതാണ്, ഞാൻ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും, ഇമ്മീഡിയറ്റ് ഡിസിഷൻ എടുക്കും, നിങ്ങളും അതുപോലെ ചെയ്യണം. അതാണ് പറഞ്ഞത് CEO മോഡൽ എന്ന് ഞാൻ പറഞ്ഞു. ടക്ക് ടക്ക് ടക്കെന്ന് കാര്യങ്ങൾ താഴെ തട്ടിലേക്ക് എത്തുന്ന ഒരു പ്രത്യേകത. ജനങ്ങൾക്ക് സേവനം കിട്ടണം. അല്ല, എനിക്കൊന്ന് അദ്ദേഹം ഈ ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്നും കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ്. അതായത് ഒരു സദസ്സിലിരിക്കുന്ന ഒരു ഗർഭിണിയായ സ്ത്രീയുടെ അടുത്തേക്ക് അദ്ദേഹം പോവുകയാണ്, വേദിയിൽ നിന്നും ഇറങ്ങി. അപ്പോൾ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നുള്ള ഒരു ഇമേജും അദ്ദേഹത്തിനുണ്ട്. തീർച്ചയായിട്ടും അത് ഇലക്ഷൻ സമയത്തും അത് കഴിഞ്ഞിട്ടും അദ്ദേഹം ആ തരത്തിലുള്ള സ്റ്റൈല് പിന്തുടർന്നിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എനിക്ക് തോന്നിയത് ഈ വിദ്യാർത്ഥികൾക്ക് മിഡ് ഡേ മീൽ അടക്കമുള്ള കാര്യങ്ങളിൽ അദ്ദേഹം വളരെ നിഷ്കർഷത പാലിച്ചു. അതുപോലെ തന്നെ സ്കൂളുകളിൽ സമരം പാടില്ല, എല്ലാവർക്കും വളരെ തൃപ്തിയോടുകൂടി തോന്നിയ ഒരു കാര്യമാണ്. കുട്ടികൾ സമരം ചെയ്യാനല്ല സ്കൂളിൽ പോകുന്നത്, കുട്ടികൾ പഠിക്കാനാണ്. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് സമരം പാടില്ല. സമരമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വേറെ വല്ലയിടത്തൊക്കെ പോയി അവധി ദിവസമോ വല്ലതൊക്കെ ചെയ്തോണം. അല്ലാതെ സ്കൂളിനകത്ത് ഇൻകുലാബ് വിളിക്കാനും ഒന്നും പാടില്ല, പഠിക്കാനാണ് നിങ്ങൾ വരുന്നത്. അത് കറക്റ്റായിട്ട്
പഠിച്ചോണം എന്ന് പറഞ്ഞ അദ്ദേഹം. അതുപോലെ തന്നെ ഈ മദ്യഷോപ്പുകൾ അതെ, സ്കൂളുകളുടെ സ്കൂളിന്റെ പരിസരത്ത് പാടില്ല. അമ്പലത്തിന്റെ പള്ളിയുടെയൊക്കെ പരിസരത്തുള്ള 500 മീറ്ററിനകത്ത് വരുന്ന സകല ബാറുകളും അദ്ദേഹം 717 ബാറുകളാണ് പൊട്ടിച്ചത്. ഓക്കെ. അതും സർക്കാരിന്റെ വലിയൊരു വരുമാന സോഴ്സും കൂടെയായിരുന്നു. ആ ബാറുകൾ ടാക്മാക്ക് എന്ന് പറയുന്ന അവിടുത്തെ തമിഴ്നാട് പിന്നെ ഇവരുടെ ബെവറേജസ് കോർപ്പറേഷന്റെ ബാറുകളെല്ലാം അദ്ദേഹം പൂട്ടിച്ചു, തെലങ്കും വിലങ്ങും പൂട്ടിച്ചു. ഓക്കെ. അത് അദ്ദേഹത്തിന് ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നു, പിന്നെ ഒരുപാട് എതിരാളികളെയും ഉണ്ടാക്കി. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോയി, ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങി അതെല്ലാം ചെയ്തു. അത് സ്ത്രീ ജനങ്ങൾ അദ്ദേഹത്തിനോടൊപ്പം നിന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിൽ അവരെല്ലാം വളരെ സപ്പോർട്ട് കൊടുത്തു. 2 കാര്യങ്ങളാണ് അദ്ദേഹം ഈ IPS കാരത്ത് പറഞ്ഞത്. നിങ്ങൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, നമ്മൾ ബസ്സിന് പിന്നെ ഫീസ് കുറച്ചിട്ടൊന്നും കാര്യമില്ല, ബസ്സിൽ സുരക്ഷിതത്വം കൂടെ ഉറപ്പുവരുത്തണം. ബസ് സൗജന്യമാക്കിയോണ്ട് കാര്യമില്ല. ബസ്സിൽ പോകുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം, ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം, രാത്രിയിൽ ബസ് സ്റ്റാൻഡിൽ വരെ എത്തിപ്പോകുന്നത് അല്ലെങ്കിൽ റോഡിൽ നടന്നു പോകുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വം, അതിനേക്കാൾ പ്രധാനം കുട്ടികളുടെ സുരക്ഷിതത്വം. പോക്സോ കേസുകൾ ഏതെങ്കിലും ഉണ്ടായാൽ കർശനമായ നടപടിയാണ് TVK എടുക്കാൻ പോവുക, പിന്നെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് താൻ എടുക്കാൻ പോവുക എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് വന്ന കേസുകളിലെല്ലാം സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കുകയും ചെയ്തു. അത് വളരെ സ്വീകരിക്കപ്പെടുന്ന തീരുമാനങ്ങളും നടപടികളുമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 2-3 കാര്യങ്ങൾ എനിക്ക് പ്രത്യേകം തോന്നിയത്, അദ്ദേഹം ഈ ക്രിസ്ത്യൻ ലോബിയുടെ സപ്പോർട്ടോടുകൂടി വന്നു എന്നൊരു പരക്കെയുള്ള ഒരു പോളിസിയുണ്ട്. അതിൽ കുറച്ച് സത്യവുമുണ്ട്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹം ഹിന്ദു ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, മുരുക ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക, പിന്നെ DMK 250 കോടി, നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ അവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പിന്നെ ക്ഷേത്രങ്ങൾ മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് 250 കോടി മുടക്കി കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ ക്ഷേത്രങ്ങളോട് ചേർന്ന്, അതായത് ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടിൽ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ സ്ഥാപിക്കാനായിട്ട് 250 കോടിയുടെ ഒരു വലിയ അഴിമതിയാണെന്നാണ് പറയുന്നത്. അത് നടത്തി അദ്ദേഹം അത് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ക്ഷേത്രങ്ങൾ ഭക്തിക്കുള്ളതാണ്, ക്ഷേത്രങ്ങളിൽ ഭക്തിപരമായ കാര്യങ്ങൾ നിങ്ങൾ നടത്തിക്കൊള്ളുക, അതിനു വേണ്ടിയിട്ട് എത്ര പണം നമ്മുടെ പിന്നെ ദേവസ്വം ബോർഡ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചിലവഴിക്കുക. പക്ഷെ അല്ലാതെ നിങ്ങൾ ഒരു കാരണവശാലും പണം ചിലവഴിക്കുന്നത് അത് ഫ്രീസ് ചെയ്തത് ആ പരിപാടിയെ മാറ്റിവെച്ചു. DMKയുടെ മുഖത്തടിച്ച പോലെ പദ്ധതി മാറ്റിവെച്ചു. വലിയ അംഗീകാരവും കിട്ടി. അദ്ദേഹം അങ്ങനെ ഒരു പിന്നെ ഹിന്ദുക്കളുടെ കയ്യടിയും കൂടെ അവിടെ കിട്ടുന്ന വിധത്തിൽ നീങ്ങുകയുണ്ടായി എന്നുള്ളത്. അതെ 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 തീർച്ചയായിട്ടും. അതുപോലെ തന്നെ 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകാനുള്ള നടപടി വേഗത്തിലാക്കി. കൂടാതെ തന്നെ ഈ കുറഞ്ഞ ചെലവിൽ ഭക്ഷണം കിട്ടാനുള്ള സംവിധാനം, അത് അമ്മ സ്റ്റാളുകൾ വളരെ ഇപ്പം പിന്നെ നീറ്റും ക്ലീനും അല്ല, റിന്യൂ ചെയ്തു, അതെല്ലാം റിന്യൂ ചെയ്ത് നല്ല ടിപ് ടോപ്പ് ആക്കി. അത് അമ്മ സ്റ്റോൾ ആയതുകൊണ്ട് അതിനെ എടുത്ത് കളഞ്ഞില്ല. ഇല്ല, അമ്മയായിട്ട് തന്നെ ഇരിക്കട്ടെ, അമ്മ നമ്മുടെ അമ്മയാണെന്ന് പറഞ്ഞ് അത് അംഗീകരിച്ചു. അത് ഇതെല്ലാം എന്തായാലും അമിതമായിട്ടുള്ള രാഷ്ട്രീയം കലർത്തി എല്ലാ കാര്യങ്ങളെയും ആ രീതിയിൽ കാണുകയും സമീപിക്കുകയും പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു തനത് രാഷ്ട്രീയക്കാരുടെ രീതിയിൽ നിന്നും വേറിട്ട ഒരു പാതയാണ് വിജയ് പിന്തുടരുന്നതെന്ന് തോന്നുന്നു. അതെ, ഇത് രാഷ്ട്രീയ കാറും കോളും ഒക്കെ അവിടെ നിലനിൽക്കുമ്പോഴും ഭരണത്തിൽ അതൊന്നും ബാധിക്കാതെ വളരെ ശക്തമായിട്ട് അത് മുന്നോട്ട് നീങ്ങാനും മറ്റ് പാർട്ടികൾ കൂടെ ഉള്ളവർക്കൊക്കെ അധികം തൻ്റെ ഭരണത്തിൽ കൈകടത്താതിരിക്കാനും, എന്നാൽ അവർ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്ന കോൺഗ്രസ് ഒക്കെ ഇപ്പം അതാണ് ഞങ്ങളെ ഭരണം ഞങ്ങൾ ചെയ്ത് എന്ന് വരുത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയപ്പോഴെല്ലാം അദ്ദേഹം അതിനെ നിഷ്പ്രഭമാക്കി. അത് എൻ്റെ ഭരണമാണ്, ഞാനാണ് ഇവിടുത്തെ CEO, ഞാനാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി ചെയ്യാനായിട്ട് വിജയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മറ്റൊരു MGR ഇൻ ദ മേക്കിംഗ് അല്ലേ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് പോവുകയാണ്. അതായത് 1954 മുതൽ 1963 വരെ കാമരാജ് നടത്തിയ നടപടികൾ വളരെ പ്രധാനപ്പെട്ടു. അദ്ദേഹത്തിനെ വിളിക്കുന്ന, അദ്ദേഹം അക്ഷരാഭ്യാസം നേരെ ഇല്ലാത്ത ആളാണ്. ഈ പ്രൈമറി സ്കൂളിന്റെ വരാന്തയിലും കണ്ടേ പോയിട്ടുള്ളൂ. 4ാം ക്ലാസ് തികച്ച് അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹത്തിനെ വിളിക്കുന്നത് അറിയാമോ? ഫാദർ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്നാണ് തമിഴ്നാട്ടിൽ. കാരണം അദ്ദേഹം നിരവധി സ്കൂളുകൾ തുടങ്ങി, സൗജന്യ വിദ്യാഭ്യാസം ആരംഭിച്ചു, കുട്ടികളുടെ ഉച്ചഭക്ഷണം സ്കീം ആദ്യമായിട്ട് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. നമ്മളൊന്നും ചിന്തിക്കാൻ പറ്റില്ല. 54 മുതൽ 63 വരെയുള്ള ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു, അത് നടപ്പിലാക്കി, ഇറിഗേഷൻ ഫെസിലിറ്റീസ് നടപ്പിലാക്കി, കർഷകന്റെ പ്രശ്നങ്ങൾ അതെല്ലാം പഠിച്ച് നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അതുപോലെ തന്നെ ഭരണത്തിന്റെ മികവ്, വിദ്യാഭ്യാസമൊന്നും ഇല്ല എന്നുള്ള, വിദ്യാഭ്യാസത്തിന്റെ കുറവൊന്നും അദ്ദേഹത്തിനെ ഒരിക്കലും ഭരണത്തിൽ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആരെയും അദ്ദേഹം
പാർഷ്യാലിറ്റിയോടുകൂടി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. എല്ലാം നിഷ്പക്ഷമായിട്ട് ഭരണത്തിലിരിക്കുമ്പോൾ നിങ്ങൾ മുഴുവൻ പേരും, ഇപ്പോൾ കേരളത്തിൽ അങ്ങനെയാണല്ലോ, ഒരുത്തനെ മാറ്റി വേറൊരുത്തനെ വയ്ക്കുക, നമ്മുടെ ആളല്ല മറ്റവനെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുക, CPM-കാരനെ വീണ്ടും ഇവിടെ ഇരുത്തിയിരിക്കുന്നു പറയുക, അല്ലെങ്കിൽ CPM-ൻ്റെ സമയത്ത് കോൺഗ്രസ്സുകാരനെ അവിടെ നിന്ന് എടുത്ത് ദൂരെ കളയുക. ഈ പരിപാടികൾ ഒന്നും കാമരാജൻ്റെ പേരിലില്ലായിരുന്നു. എല്ലാവരും കറക്റ്റായിട്ട് ജോലി ചെയ്യുക, കറക്റ്റായിട്ട് സർക്കാരിൻ്റെ സേവകരായിട്ട് നിൽക്കുക എന്നുള്ളത് നിർബന്ധപൂർവ്വം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ ഇവിടെ പക്ഷേ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം കളിക്കും. ഇവിടെ IPS IAS ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം കളിക്കുകയാണ്. അത് അങ്ങനെ ഒരു ദുർയോഗം കേരളത്തിന് വന്നു. അത് ഈ എന്താണ് രക്ഷാപ്രവർത്തനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കേസ്, അതല്ലെങ്കിൽ IAS-കാരുടെ കേസ്, കഴിഞ്ഞ ചീഫ് സെക്രട്ടറി കാണിച്ച എന്തെല്ലാം കാര്യങ്ങളാണ് കാണിച്ചത്. അദ്ദേഹത്തിന്റെ വൈരാഗ്യം തീർത്ത് അദ്ദേഹത്തിന്റെ പക തീർക്കാൻ വേണ്ടി 2 ഉദ്യോഗസ്ഥരെ പുറത്തിരുത്തിരുന്നത് അറിയാലോ. തീർച്ചയായിട്ടും അതിനകത്ത് ഗ്രൂപ്പിസം, അതിനകത്തൊക്കെ ഓർഗനൈസേഷണൽ പിന്നെ ഫ്രാക്ഷൻസ്, പിന്നെ രാഷ്ട്രീയ ചായ്വുകൾ, പിന്നെ പച്ച കാവി എന്നൊക്കെ പറഞ്ഞ് പല ലേബലിലുള്ള സംഘടനകൾ, വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന അവസ്ഥ. അപ്പൊ ജാതി മത ഇതെല്ലാം കൂടി ചേർത്തോണ്ടാണ്. അപ്പൊ കാമരാജനെ നമ്മൾ പൂട്ട് പൂജിക്കണം. അന്ന് അങ്ങനെയൊന്നും വിജയും അതേപോലെ ആ രീതിയിലേക്ക് പോകുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അതാണ് വിജയുടെ പ്രത്യേകത. അതുപോലെ MGR-ന്റെ സ്കീമുകൾ, MGR ഇതുപോലെയായിരുന്നു. എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ്, മറ്റേതൊക്കെ ഈ സർക്കാരിന് തുടങ്ങാൻ പൈസ ഇല്ല. അദ്ദേഹം ധൈര്യപൂർവ്വം പറഞ്ഞു പ്രൈവറ്റ് സെക്ടറിലുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പ്രൈവറ്റ് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ് വന്ന് കേരളത്തിലുള്ള പിള്ളേർ വരെ അവിടെ പോയി പഠിച്ചു. ഇഷ്ടം പോലെ എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും വന്നു. നമ്മുടെ കുട്ടികൾ അവിടെ ക്യാപിറ്റേഷൻ ഫീ വരെ കൊടുത്ത് പഠിക്കുന്ന അവസ്ഥ വന്നു. നമ്മുടെ പണം അങ്ങോട്ട് ചോർന്നു പോയി. പിന്നെ MGR വേറൊരു വിധത്തിൽ വെൽഫെയർ സ്കീമുകളുമായിട്ട് ധാരാളം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ മിഡ് ഡേ മീൽ വളരെയധികം പരിഷ്കരിച്ചു അദ്ദേഹം. പണ്ട് കാമരാജ് കൊടുത്തിരുന്നത്, അന്നത്തെ കാലത്ത് ഭക്ഷണമില്ല, ഭക്ഷണം ഒരു ചപ്പാത്തിയോ അല്ലെങ്കിൽ ഒരു പിടി ചോറോ ഉണ്ടെന്ന് പറഞ്ഞാൽ ആള് ആർത്തിയോടെ വരുന്നൊരു കാലമാണ് 1954. ഭയങ്കര ക്ഷാമവും 62 63 വരെയൊക്കെയുള്ള പീരീഡ് ഭയങ്കര ക്ഷാമമൊക്കെ ഉണ്ടായിരുന്നു. ആ പീരീഡിൽ അതാണ് നടന്നത്. പക്ഷേ MGR വന്നിട്ട് അതിനെ ഒന്ന് ന്യൂട്രീഷ്യസ് ആക്കി, അല്ല കുട്ടപ്പൻ മീൽ കൊടുക്കുന്ന അവസ്ഥയിൽ എത്തിച്ചു. ജയലളിത അമ്മ വീണ്ടും അത് കുറച്ചുകൂടി നന്നാക്കി അമ്മ സ്റ്റാളുകളൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ അവർക്ക് എല്ലാവർക്കും വിശന്നാരും ഇരിക്കാൻ പാടില്ല. 5 രൂപ കൊടുത്ത 3 ഇഡ്ഡലി, ഇഷ്ടം പോലെ സാമ്പാർ, വയറ് നിറച്ച് തിന്നും. ഇങ്ങനെ ഒരു സ്കീം സംസ്ഥാന വ്യാപകമായിട്ട്, എന്നുവെച്ചാൽ നമ്മുടെ ഇരട്ടി നിയോജകമണ്ഡലങ്ങൾ അവിടെ 234 മണ്ഡലമുണ്ട്. 7 ലക്ഷത്തിനടുപ്പിച്ച് 7 കോടിയോളം ജനതയുണ്ട്. ആ സംസ്ഥാനത്ത് നമ്മുടെ ഇരട്ടി ജനതയാണ് അവിടെ ഉള്ളത്. അവിടെ ഈ സ്കീമുകളൊക്കെ ഭംഗിയായിട്ട് നടപ്പിലാക്കുന്നു. വിജയ് അതുപോലെ തന്നെ തുടരുന്നു. വിജയ് ഇപ്പം കുട്ടികളുടെ ഭക്ഷണം, ജയിലിലെ ഭക്ഷണം ചിക്കനും മട്ടനും ഒക്കെ നിർത്തിയിട്ട് അവന്മാർക്ക് സാധാരണ പയറും പിന്നെ കഞ്ഞിയും അതുപോലെ ബോണ്ടയും ഒക്കെ കൊടുത്തിട്ട് ആ ഭക്ഷണത്തിന്റെ ഇത് പിള്ളേർക്ക് കൊടുക്കാൻ പറഞ്ഞു. മിഡ് ഡേ മീലിൽ അതെല്ലാം കയറ്റി കൊടുക്കാൻ പറഞ്ഞു. പിന്നെ ചിക്കനും മട്ടനും ഒക്കെ പിള്ളേർക്ക് കൊടുക്കാം. അത് നല്ല കാര്യം. മുട്ട അതെല്ലാം പിള്ളേർക്ക് കൊടുക്കുക. എന്നിട്ട് ജയിലിലുള്ളവർക്ക് സാധാ നമുക്ക് ജീവിച്ചു പോകാനുള്ള ഭക്ഷണം ആരോഗ്യമുള്ളത് തന്നെ കൊടുക്കണം. പക്ഷെ അത്ര സൂചിച്ച് 5 സ്റ്റാർ ഭക്ഷണങ്ങളൊന്നും കൊടുക്കണ്ട എന്ന് തീരുമാനം. അത് വളരെ കൈയടി കിട്ടിയ പ്രോജക്റ്റുകളാണ്. പിന്നെ എല്ലാ വിധത്തിലും പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് അദ്ദേഹത്തിന് മിടുക്കുണ്ട്. പിന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് വില്ലാണ് പ്രശ്നം. അപ്പം കാമരാജ് മുതൽ വിജയ് വരെ ഞാൻ കണ്ടിട്ടുള്ളത് തമിഴ്നാട്ടിലെ ഇതിൽ DMK ഒഴിച്ച്, DMK-യുടെ ഒരു അപാകത വന്നതെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ചെയ്തത് ഈ വെൽഫെയർ പ്രവർത്തനങ്ങൾ, അതായത് ജനങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നുള്ളത് ഭരണത്തെ ഉപയോഗിച്ച് ചെയ്തിരുന്നു. DMK-ക്ക് പറ്റിയ അബദ്ധം, DMK ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇൻവെസ്റ്റ്മെന്റുകൾ കൂടുതൽ കൊണ്ടിരുന്നത്. ഒരുപാട് ഫാക്ടറികൾ സ്ഥാപിക്കുക, അങ്ങനെയൊക്കെ തൊഴിൽ സൗകര്യങ്ങളുണ്ട്. അതിനകത്ത് മറ്റേതും കിട്ടും, അതിൻ്റെ ബെനിഫിറ്റും എടുക്കും. ഈ ഒരു ഫാക്ടറി വരുന്ന അതിന് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ, ഫ്രീ ആയിട്ട് ലാൻഡ് കൊടുക്കുമ്പോൾ അവർ ചില ബെനിഫിറ്റുകൾ DMK-ക്കും കൊടുക്കും. അതുകൊണ്ടായിരിക്കാം അതിന് വലിയ ശ്രദ്ധിച്ചു. പിന്നെ ശ്രദ്ധിച്ചത് മുഴുവൻ ഈ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വലിയതുണ്ടാക്കുക. പിന്നെ ഇച്ചിരി വർഗീയ ചായവോടുകൂടി ദ്രാവിഡവും നോർത്തും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഇങ്ങനെ സ്പ്ലിറ്റുകൾ ഉണ്ടായിക്കൊണ്ട് തൻ്റെ കൂടെ ആളെ നിർത്താൻ, എന്നിട്ട് ജാതി മത വിഭാഗങ്ങൾ ഉൾപ്പെടെ എല്ലാത്തിനെയും രാഷ്ട്രീയ പാർട്ടികളിലെ മുഴുവൻ പേരെയും, BJP ഒഴിച്ച് ബാക്കി മുഴുവൻ പേരെയും തൻ്റെ കൂടെ നിർത്തി ഭരണം ഇങ്ങനെ കൊണ്ടുപോകുക. ഇതൊക്കെയാണ് അവർ ശ്രമിച്ചത്. പക്ഷേ വിജയ് ശ്രമിക്കുന്നത് ജനങ്ങൾ തന്നോടൊപ്പം വരണം എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയവും ജാതിയും മതവും എല്ലാത്തിനും ഉപരിയായിട്ട് ജനങ്ങൾ വരണമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം വിജയ് ഉണ്ടാക്കി എന്നുള്ളതാണ് വിജയുടെ നേട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനം. തീർച്ചയായും അത് ഒരു ട്രഡീഷണലി പിന്തുടരുന്ന ഒരു കാര്യമാണ്. പിന്നെ സർക്കാരിലൊരു കാര്യമുണ്ട്, നമുക്ക് ആഗ്രഹം മാത്രം മതി. കാമരാജന് വിദ്യാഭ്യാസം ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആഗ്രഹമുണ്ട്.
പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. ഉദ്യോഗസ്ഥരെ ചുറ്റും വിളിച്ചു കൂട്ടിയിരുത്തി അദ്ദേഹം പറയും ഇന്ന സ്കീമുകൾ ചെയ്യണം. അത് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി ഇല്ലെങ്കിലും കേരളം ഭരിക്കും, തമിഴ്നാട്ടിലും എല്ലാം ഭരിക്കാൻ പറ്റും. കാരണം വെച്ചാൽ വേറൊരു ലെയർ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സ്. അപ്പോൾ ഗവർണറും അദ്ദേഹത്തിൻ്റെ 2 അഡ്വൈസർമാരും മാത്രം ഉണ്ടെങ്കിലും ഇതുപോലെ ഭരണം നടത്തിക്കൊണ്ട് പോകാനുള്ള സംവിധാനം 6 മാസത്തേക്ക് കൊണ്ടുപോകാനുള്ള സംവിധാനം. അത് കഴിഞ്ഞിട്ട് പിന്നെ ജനകീയ സമിതി വന്നിട്ട് ജനകീയ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് ഭരിച്ചാൽ മതി. ഇനി നീണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ ഭരിക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പം അവരെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് മന്ത്രിക്ക് ആഗ്രഹം മതി, കസേര ഇരുന്ന് ആഗ്രഹം പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ചെയ്യാൻ മിടുക്കുള്ള IAS IPS ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഉണ്ട്. അവരെ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുകയും കൂടെ ചെയ്താൽ മതി, ചെയ്യാത്തവരെ തട്ടുകയും കൂടെ ചെയ്താൽ മതി. കാമരാജ് പറഞ്ഞത് ശുപാർശയും കൊണ്ടാരും വരരുത്, ഇന്ന സീറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞു വരരുത്. അപ്പോഴാണ് പാർട്ടിക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഒരുത്തൻ്റെ പേര് എഴുതി കൊണ്ടുവന്നു. അദ്ദേഹം ചോദിച്ചു ഇയാൾ അത്ര അത്യാവശ്യം? അയ്യോ അത്യാവശ്യം, അല്ലെങ്കിൽ നമ്മുടെ സെക്രട്ടേറിയറ്റ് തൊലഞ്ഞു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു ഇവൻ എരന്ത് പോനാൽ, ഇവൻ ചത്തുപോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ആരും അനിവാര്യമല്ല സർക്കാർ സർവീസിൽ. സർക്കാർ സർവീസ് എന്ന് പറയുന്നത് ഇങ്ങനെ ഭരണയന്ത്രമാണ്, ഇതിങ്ങനെ മാറി മാറി പ്രവർത്തിക്കും. അത് നല്ലവരെ നോക്കി നമ്മളിങ്ങനെ സെലക്ട് ചെയ്യുക. ഒരു തന്നെ മാത്രം ഇങ്ങനെ ഒരു കുത്തക കൊടുത്തിരുത്തേണ്ട കാര്യമില്ല. ഇയാൾ DGP ആയാലേ ഭരണം ശരിയാവുള്ളൂ, ഇയാൾ ചീഫ് സെക്രട്ടറി ആയാലേ ഇവിടുത്തെ ഭരണം ശരിയാവൂ, അങ്ങനെയില്ല. അതിന് ഇയാൾ പോയാൽ അടുത്തവൻ വരും. ഇയാൾ എന്തെങ്കിലും അപാധം കാണിച്ചാൽ അപ്പോഴേ തട്ടിയിട്ട് അടുത്ത ആൾ നോക്കിയാൽ. ഈ ഒരു മാജിക് അറിയാവുന്ന മുഖ്യമന്ത്രിമാർക്ക് കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ജമ്മു കാശ്മീരിലായാലും മണിപ്പൂരിൽ വെട്ടിക്കൊണ്ടിരിക്കുന്ന വെടി പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന മണിപ്പൂരിൽ പോലും ഭംഗിയായിട്ട് പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഭരണയന്ത്രം എങ്ങനെ ഉപയോഗിക്കാമെന്ന് അറിയാവുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗവർണർ ആയാലും മതി. അതാണ് വിജയ് എന്തായാലും സ്ട്രോങ് ആയി തന്നെ പോവുകയാണ്. അത് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ നമ്മോട് വ്യക്തമായി പറയുന്നത്. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് സുതാര്യമായ ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകുന്നു. അഴിമതി ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള സംവിധാനമൊരുക്കി ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും കൃത്യമായ മാർഗനിർദ്ദേശവും മാനദണ്ഡങ്ങളും നിർദ്ദേശവും നൽകി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആരെയും കയറൂരി വിടില്ല, കൊടുക്കേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യും. കുട്ടികൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിലും അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണെങ്കിൽ തന്നെയും സ്ത്രീ സുരക്ഷയാണെങ്കിൽ തന്നെയും സാമൂഹിക ചുറ്റുപാടുകൾ മികച്ചതാക്കുന്നതിനുള്ള നടപടികളാണെങ്കിൽ തന്നെയും വളരെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ വിജയ്ക്ക് കഴിയുന്നുണ്ട്. തമിഴ്നാടുകാരുടെ ജീവിതം അങ്ങനെ സുഗമമായി മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.